നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ജീവിതത്തിൻ്റെ എല്ലാവിധ പുരോഗതിക്കും തടസ്സമായി നിൽക്കുന്ന മോശം ശീലങ്ങളെ ഇല്ലാതാക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള 92% ആളുകളും അവരുടെ ശ്രമത്തിൽ പരാജയപ്പെടുന്നതായിട്ടാണ് ഗവേഷണങ്ങൾ കാണിക്കുന്നത്. 8% ആളുകൾ മാത്രമാണ് സർവൈവ് ചെയ്യുന്നത്. വ്യക്തിപരമായി ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുമ്പോൾ മാത്രമാണ് ഇതൊരു സീരിയസ് ഇഷ്യൂ ആയി കാണുന്നത് തന്നെ. മോശം ശീലങ്ങളെന്ന് പറയുമ്പോൾ പുകവലി, അമിത മദ്യപാനം, അമിതമായ ഫോൺ TV ഉപയോഗം, അമിത ഭക്ഷണം, അമിതമായി മധുരം ഉപയോഗിക്കുക, അമിതമായി പോൺ വീഡിയോസ് കാണുക, മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, ഇങ്ങനെ മനസ്സിനെയും ശരീരത്തിനെയും ദോഷകരമായി ബാധിക്കുന്ന എന്തുമാകാം. ഇനി നമ്മുടെ ശീലങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു നോക്കാം. നാം ആദ്യം ഒരു കാര്യം പഠിക്കുമ്പോൾ തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ വീണ്ടും വീണ്ടും അതേ കാര്യം ചെയ്യുമ്പോൾ തലച്ചോറിൻ്റെ ആഴത്തിലുള്ള നാഡീകോശങ്ങളുടെ ഒരു കൂട്ടമായ ബേസൽ ഗാംഗ്ലിയ അത് ഏറ്റെടുക്കുകയും അത് നമ്മുടെ ശീലമായി ഓട്ടോ പൈലറ്റ് മോഡിൽ അവിടെ സേവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നിത്യജീവിതത്തിൽ നാം ചെയ്യുന്ന മോശം ശീലങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ശീലങ്ങളുടെയും നിയന്ത്രണ കേന്ദ്രമാണ് ഈ ബേസൽ ഗാംഗ്ലിയ. ഇങ്ങനെ സേവ് ചെയ്യപ്പെടുന്ന ഓരോ ശീലത്തിനും 3 ഘട്ടങ്ങളുണ്ട്. അതായത് ഒന്ന് ക്യൂ എന്ന് പറയുമ്പോൾ ആ ഒരു ശീലം തുടങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സാഹചര്യം. ദെൻ റൊട്ടീൻ, ആ ശീലം ചെയ്യുക. റിവാർഡ് എന്ന് പറയുമ്പോൾ ആ ശീലം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി. രാവിലെ എഴുന്നേറ്റ് പല്ല് ക്ലീൻ ചെയ്യണമെന്നും പല്ലിൽ പറ്റിയിരിക്കുന്ന ബാക്ടീരിയ എല്ലാം കളയണമെന്നും നമ്മുടെ ശരീരം സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കണമെന്നും ഒക്കെ കഠിനമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടല്ല നാം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത്. രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ വർഷങ്ങളായി നാം ചെയ്തു വന്നിരുന്ന ഈ ശീലങ്ങളെല്ലാം ഓട്ടോ പൈലറ്റ് മോഡിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തലച്ചോറിൻ്റെ തീരുമാനങ്ങളെടുക്കാനുള്ള ഭാഗം വിശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നു. ബേസൽ ഗാംഗ്ലിയയിൽ സേവ് ചെയ്യപ്പെട്ട ഒരു ശീലം ഇല്ലാതാക്കണമെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നാം അതിൻ്റെ ക്യൂ ആദ്യം ബ്രേക്ക് ചെയ്യണം. അതായത് ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് അത് ചെയ്യാൻ നമ്മളെ തോന്നിപ്പിക്കുന്ന സാഹചര്യം ഇല്ലാതെയാക്കണം. വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന് അലസമായിരിക്കുന്ന 1 മണിക്കൂർ ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കണം, ജിമ്മിൽ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്ന വ്യക്തി രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ജിം സ്യൂട്ട് കൂടി കൊണ്ടുപോവുകയും ജോലി കഴിഞ്ഞ് അവ ധരിച്ച് പുറത്തിറങ്ങുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജിമ്മിലേക്ക് തന്നെ പോകാനുള്ള ഒരു പ്രേരണയുണ്ടാകും. ഒന്നാമതായി മാറ്റാൻ ആഗ്രഹിക്കുന്ന ശീലം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയുകയും അത് എന്തുകൊണ്ട് മാറ്റണമെന്ന് സ്വയം ബോധ്യപ്പെടുകയും ചെയ്യുക. നെക്സ്റ്റ്, ഇതിലേക്കുള്ള സാഹചര്യം ഒഴിവാക്കുക, പ്രേരണ ഒഴിവാക്കുക. വെറുതെ ഇരിക്കുമ്പോഴാണോ, ടെൻഷൻ വരുമ്പോഴാണോ ഇങ്ങനെയുള്ള തോന്നൽ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തുക. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ഒരു ചീത്ത ശീലം ഒഴിവാക്കുമ്പോൾ ആ സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ശീലം കണ്ടെത്തുക, ആ ശൂന്യത ഒഴിവാക്കുക. ഉദാഹരണത്തിന്, ജങ്ക് ഫുഡ് കഴിക്കാൻ തോന്നുമ്പോൾ പകരം പഴങ്ങളോ സാലഡോ കഴിക്കാം. ദേഷ്യം വരികയാണെങ്കിൽ അല്പം വെള്ളം കുടിച്ചു നോക്കാം. ബോറടിക്കുകയാണെങ്കിലോ ഒരു നല്ല പുസ്തകം വായിക്കാം. ചെറിയ മാറ്റങ്ങളിൽ തുടങ്ങുക. പെട്ടെന്ന് മാറുന്നതിന് പകരം ചെറിയ രീതിയിൽ കുറച്ചു കൊണ്ടുവരിക. എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നതിന് പകരം ഞാൻ ഇതിൽ നിന്ന് മാറുമെന്ന് ഉറച്ച തീരുമാനമെടുക്കുക. ഈ ഒരു ശീലം ഒഴിവായി നിൽക്കുന്ന അവസ്ഥയിൽ കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം സന്തോഷമുള്ള നിമിഷങ്ങൾ പങ്കിടുന്നതായി ഡ്രീം ചെയ്യുക. മനസ്സിലേക്ക് പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക. മനുഷ്യൻ വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റാത്തതും കൂട്ടിച്ചേർക്കാൻ പറ്റാത്തതുമായ ഒരു ശീലങ്ങളുമില്ല. ഒരു കാര്യം 21 ദിവസം തുടർച്ചയായി ചെയ്താൽ അത് നിങ്ങളുടെ ശീലമായി മാറും. ഇനി 90 ദിവസം ചെയ്താലോ അത് ജീവിതശൈലിയുടെ ഭാഗമായി മാറും.